സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ചെയ്ത യൂസർ കാറിലേക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വയനാട് മോട്ടോഴ്സിൻ്റെ ഒരു 3 കാറും ഒരു 4 ബൈക്കും കേട്ടോ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലിട്ട വണ്ടികൾ ഏതാനൊക്കെ വിറ്റ് പോയി, ഇനി ആകെ അതൊരു 4 വണ്ടി വിൽക്കാനുള്ളൂ. അപ്പോൾ നിങ്ങളത് പരിചയപ്പെടുത്തുന്നത് 2011 മോഡൽ വരുന്ന റിഡ്സാണ്. അത് പെട്രോൾ അല്ല, ഡീസലാണ്. ഡീസൽ വണ്ടി ഞാൻ അധികം ഉണ്ടാവില്ല, പക്ഷേ ഡീസലാണ്. തട്ടുമുട്ട് റീപ്ലേസ്മെൻറ്റൊന്നും അധികമല്ല. മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളെല്ലാം മെയിൻ ക്ലാസ് ചെയ്തൊന്നും മാറ്റിയിട്ടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ അപാകത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. കാര്യങ്ങളില്ലെന്ന് നിങ്ങൾ സംസാരിക്കണം. ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് എല്ലാം പറയേണ്ടതാണ്. വേറെ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഇവിടെ ചെറിയ 1-2 സ്ക്രാച്ചിൻ്റെ അത്രേ ഉള്ളൂ, അത് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ പക്കയാണ്, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. തട്ടുമുട്ട് മേജർ ആക്സിഡൻറ്റോ അതുപോലെ തന്നെ തുരുമ്പ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്, ഇല്ലാന്ന് തന്നെ പറയാം. ഇത് ഞാൻ ചോദിക്കുന്ന വില വെറും 1,70,000 ചോദിക്കുന്നത്. അതിൽ ചെറിയ നീക്കുപോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി. 2011 മോഡൽ LD ആണ്. രണ്ടാമത് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു 2005 മോഡൽ വരുന്നൊരു ഓൾട്ടോ ആണ്. ഇത് ഓൾട്ടോ സ്റ്റാൻഡേർഡാണ്. അത് നമ്മൾ പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്ന സ്റ്റാൻഡേർഡ്. ഇതിന് തട്ടുമുട്ട് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, എല്ലാ ഭാഗം കാണിക്കും ഉണ്ടോ. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ പക്കയാണ്, പുത്തൻ ടയറുമാണ്. 5000 കിലോമീറ്റർ ഓടിയിട്ടില്ല ടയർ. അതാണ് 2005 മോഡൽ പുതിയ പേപ്പറിൽ, അതായത് റിന്യൂ ചെയ്യേണ്ട ആ ഒരാഴ്ചയുള്ളൂ. അപ്പോൾ എന്തായാലും 2038 മാസം വരെ പേപ്പർ ഉണ്ടാവും. നമ്മൾ പൊട്ടൻ എന്ന് പറയുന്ന ഓമന പേരിൽ പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്ന ആ വണ്ടിയാണിത്. നല്ല മൈലേജ് ഉണ്ടാവും, ഒരു 10-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു V4 ആണ്. V4 നമ്മൾ നല്ലൊരു തട്ടുമുട്ട് റീപ്ലേസ്മെൻറ്റ് കാര്യമൊന്നുമില്ല, നല്ല വണ്ടിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലെ വണ്ടി. ആവശ്യക്കാരെ വിളിച്ചോളി. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,25,000 രൂപ ചോദിക്കുന്നുള്ളൂ. അത് നമുക്ക് 1 ലക്ഷം വരെ ലോണും കൊടുക്കാം. ലോണ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് തരട്ടെ, ഞാനല്ല ലോൺ കൊടുക്കേണ്ടത്. നമ്മൾ പിന്നെ രണ്ടാമതായി ഞങ്ങൾ പരിചയപ്പെടുന്നത്, മൂന്നാമത് ഞങ്ങൾ പറയുന്നത് എൻഡോർക്കാണ്. ഇത് 2019 മോഡലാണ് എൻഡോർക്ക്. ഇതിൻ്റെ വില നമുക്ക് 50,000 രൂപ ഇട്ടായി, വെറും 50,000 രൂപ കിട്ടണം. പിന്നെ ഒരു എക്സ്പൾസ് ഉണ്ട്, ഹോണ്ടൻ്റെ ഒരു എക്സ്പൾസ്. ഇത് 88,000 രൂപയാണ് ചോദ്യം. വെറും 88,000 രൂപ ഇട്ട് നമുക്ക് കൊടുക്കാം. തട്ടുമുട്ട് റീപ്ലേസ്മെൻറ്റുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിച്ച വെഹിക്കിളൊക്കെ ഏതൊക്കെ സിംഗിൾ ഓണറാണ്. പിന്നെ ഒരു ക്ലാസിക് ബുള്ളറ്റ് ഉണ്ട്, 2013 ഇത് സിംഗിളല്ല, ഇത് 3rd ഓണറാണെന്ന് സംശയമുണ്ട്. ഓണർഷിപ്പ് കറക്റ്റായി നോക്കിയിട്ടില്ല. പക്ഷേ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, അധികം പണിയെടുക്കാനില്ല. പെയിൻറ്റിൻ്റെ ചെറിയൊരു കുറവുണ്ട്, അത്രേ ഉള്ളൂ. വളരെ ചെറിയ കുറവ്, ഒന്ന് ടച്ചപ്പ് ചെയ്യാനോ കാര്യമുണ്ട്, അത്രേ ഉള്ളൂ. വണ്ടി നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ്. വെറും 55,000 രൂപ ചോദിക്കണുള്ളൂ. ആവശ്യക്കാർ വിളിച്ചോളി. ലൊക്കേഷൻ വയനാട് കൈനാട്ടിയാണ്. പിന്നെ ആൾട്ടോ മാരുതി 800 2010 മോഡൽ. ഇത് പുതിയ പേപ്പറാണ് കേട്ടോ. 2010 മോഡൽ AC വരുന്ന മാരുതി 800. വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഒരു തരക്കേടില്ലാത്തൊരു വണ്ടിയാണ്. അതുകൊണ്ട് ഇത് AC ഒക്കെ വർക്കില്ല വണ്ടിയാണ് കേട്ടോ. 2010 മോഡൽ. ആവശ്യക്കാർ വിളിച്ചോളി. എല്ലാ ഭാഗവും നീറ്റാണ്. ടയറും കാര്യങ്ങളൊക്കെ 70-75% ടയറും ഉണ്ട്. എല്ലാ ഭാഗം ഒന്ന് കാണിക്കുക, എല്ലാ ഭാഗം കാണിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് 2010 മോഡൽ റിന്യൂവൽ കഴിഞ്ഞ മാരുതി 800. ആവശ്യക്കാരെ വിളിച്ചോളി. വെറും 95,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കും. ഓക്കെ, 95,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കും. അപ്പോൾ ഇത്രയും വണ്ടിയാണ് ഞാൻ പരിചയപ്പെടുത്തിക്കുന്നത്. ആവശ്യക്കാരെ വിളിച്ചോളി. ലൊക്കേഷൻ വയനാട് കൈനാട്ടി. ഇനി അടുത്തൊരു വീഡിയോ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും